ഇടുക്കി പീരുമേട്ടിലെ ആദിവാസി വീട്ടമ്മയുടെ മരണം കൊലപാതകം എന്ന് പോലീസ്. കാട്ടാന ആക്രമണത്തിലല്ല സീത കൊല്ലപ്പെട്ടത് എന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സീതയുടെ ഭർത്താവ് ബിനു ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഈ സീതയുടെ മരണത്തിൽ വലിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ വൈകിട്ട് നമ്മൾ കണ്ടതാണ് ആ കാട്ടാന ആക്രമണത്തിൽ സീത കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തയാണ് ആദ്യം പുറത്തേക്ക് വന്നിരുന്നത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ ആ വനത്തിൽ പോയപ്പോൾ കാട്ടാനെ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. ഒപ്പം ഈ സീതയുടെ ഭർത്താവ് ബിനുവിനും കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു എന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ തുടങ്ങിയതിനു ശേഷം പോലീസിനുണ്ടായ സംശയം, പിന്നീട് പോസ്റ്റ്മോർട്ടം ടേബിളിൽ ആ ഡോക്ടർക്കുണ്ടായ സംശയമാണ് ഇത് കൊലപാതകമാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ പോസ്റ്റ്മോർട്ടത്തിന്റെ പരിശോധനയിൽ തന്നെ ആ ക്രൂരമായിട്ടുള്ള ഒരു ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട് സീതയ്ക്ക് എന്നുള്ളതാണ് മനസ്സിലായത്. പക്ഷേ അത് കാട്ടാന ആക്രമണമല്ലായിരുന്നു, മറിച്ച് ഒരാള് മനഃപൂർവ്വം ചെയ്ത കുറ്റകൃത്യം അല്ലെങ്കിൽ ആക്രമണമാണ് എന്നുള്ളതാണ് വ്യക്തമാവുകയും ചെയ്തിട്ടുള്ളത്. ക്രൂരമായിട്ട് തന്നെ ഈ സീതയെ ഒപ്പം ഉണ്ടായിരുന്ന ആൾ ആക്രമിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതലത്തിൽ തലയിടിപ്പിക്കുകയും അതുപോലെ തന്നെ വലിച്ചിഴയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ക്രൂരമായി മർദ്ദിച്ചതിന്റെ ഫലമായി വാരിയെല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട്. 3 വാരിയെല്ലുകൾ അത് ശ്വാസകോശത്തിൽ കുത്തിക്കയറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല നാഭിക്കുൾപ്പെടെ ചവിട്ടിയതിന്റെ അടയാളങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്.